10ാം ക്ലാസ് അടിസ്ഥാന പാഠാവലിയിലെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന 4 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം: കുന്നിൻ പുറത്തുള്ള തെങ്ങിൽ തേങ്ങ വരണ്ടിരിക്കുന്നു. കന്നിനെല്ലിന് വേലി കെട്ടാൻ സമയമായി. വരമ്പിലേക്ക് ചാഞ്ഞു കിടക്കുന്ന കതിരിൽ ചവിട്ടി അതാ ആരോ നടന്നു പോകുന്നു. ഓരോ വിളിയും കാത്ത്. അച്ഛന് കൃഷിയോടും പ്രകൃതിയോടുമുള്ള അടുപ്പം കഥാസന്ദർഭത്തിൽ പ്രതിഫലിക്കുന്നതെങ്ങനെ? വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഇത് 2021 നടന്ന SSLC പരീക്ഷയിലെ ചോദ്യമാണ്. ഉത്തരം: കന്നിപ്പാടത്തെ വെയിലിന്റെ വേലിയേറ്റങ്ങളും കമുകിൻ തോട്ടത്തിലൂടെ രാത്രികാലത്ത് പറന്നു പോകുന്ന വാവലുകളുടെ ചിറകടിയൊച്ചയും കിടന്നുകൊണ്ട് തന്നെ അച്ഛൻ അറിയുമായിരുന്നു. കവുങ്ങിൽ അടക്ക പഴുത്തതും തെങ്ങിൽ തേങ്ങ വരണ്ട് കിടക്കുന്നതും കന്നിനെല്ലിന് വേലി കെട്ടാൻ സമയമായതും വരമ്പിലേക്ക് ചാഞ്ഞു കിടന്ന കതിരിൽ ചവിട്ടി ആരോ നടന്നു പോകുന്നതും മുറിയിൽ കിടന്ന് അച്ഛൻ അറിഞ്ഞു. അതൊക്കെ പൊരുളില്ലാത്ത സംസാരമായി കേൾക്കുന്നവർ കരുതി. പക്ഷേ ചെന്നു നോക്കുമ്പോൾ അതൊക്കെ ശരിയായിരുന്നു എന്ന് മനസ്സിലാകുന്നു. കൃഷിയോടും പ്രകൃതിയോടും ഉണ്ടായിരുന്ന ആത്മബന്ധം കൊണ്ടാണ് ഇത് സാധ്യമായിരുന്നത്. ദീർഘകാലം മണ്ണിനോടും കൃഷിയോടും അടുത്തിടപഴകിയ ഒരാൾക്ക് മാത്രമേ വാർദ്ധക്യത്തിന്റെ അവശതകളിലും ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. പ്രകൃതിയോടും കൃഷിയോടുമുള്ള അച്ഛന്റെ അടുപ്പമാണ് കഥാസന്ദർഭത്തിൽ വ്യക്തമാകുന്നത്. അടുത്ത ചോദ്യം: ഇവിടെ അമ്മയെ തനിച്ചു നിർത്തിയിട്ട് ഞാൻ എങ്ങനെയാ പോവാ? ഓരോ വിളിയും കാത്ത്. ഒന്നിനും കൊള്ളരുതാത്തവനെന്നവൾ ഇന്നും പഴി പറഞ്ഞേക്കും. മടങ്ങാതെ വയ്യ. തലയ്ക്കകത്ത് എന്തോ പെരുക്കുന്നു. അമ്മത്തൊട്ടിൽ. 2 സന്ദർഭങ്ങളിലെയും മക്കളുടെ പ്രവൃത്തികൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഇത് 2022 നടന്ന SSLC മോഡൽ പരീക്ഷയിലെ ചോദ്യമാണ്. ഉത്തരം: അമ്മയെ സ്നേഹത്തോടെയും കരുതലോടെയും പരിഗണിക്കുന്ന മകനെയാണ് ഓരോ വിളിയും കാത്ത് എന്ന കഥയിൽ UK കുമാരൻ അവതരിപ്പിക്കുന്നത്. അച്ഛന്റെ മരണത്തോടെ വീട്ടിൽ ഒറ്റയ്ക്കായ അമ്മയെ തനിച്ചാക്കി പോകാൻ മടിക്കുന്ന മകന്റെ സങ്കടം മുഴുവൻ ഇവിടെ അമ്മയെ തനിച്ചു നിർത്തിയിട്ട് ഞാൻ എങ്ങനെയാ പോവുക എന്ന വാക്കുകളിലുണ്ട്. മാതാപിതാക്കളെ കരുതലോടെ സംരക്ഷിക്കണമെന്ന മനോഭാവമാണ് ഓരോ വിളിയും കാത്ത് എന്ന കഥയിലെ മകനുള്ളത്. അമ്മയെ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ ഉപേക്ഷിക്കാൻ ഇടം തേടുന്ന മകനാണ് അമ്മത്തൊട്ടിൽ എന്ന കവിതയിലുള്ളത്. ഭാര്യയുടെ നിർബന്ധപ്രകാരമാണ് അയാൾ അമ്മയെ ഉപേക്ഷിക്കാൻ മുതിരുന്നത്. അമ്മയെ ഉപേക്ഷിക്കുന്നതിൽ കുറ്റബോധം തോന്നിയ മകൻ അമ്മയുമായി തിരികെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. അയാളിലെ നന്മ അസ്തമിച്ചിട്ടില്ല എന്ന് ഈ ചിന്തയിലൂടെ വ്യക്തമാണ്. ഇങ്ങനെ 2 മക്കളും വ്യത്യസ്ത മനോഭാവമാണ് പുലർത്തുന്നത്. അടുത്ത ചോദ്യം: പത്രത്തെ എതിർക്കേണ്ടി വന്നാൽ ആ എതിർപ്പിന് പോലും പ്രചാരം വേണമെങ്കിൽ പത്രത്തെ തന്നെ ആശ്രയിക്കണം. ഇത്തരമൊരവസ്ഥ ഇപ്പോഴുണ്ടോ? നവമാധ്യമങ്ങളുടെ സ്വാധീനം കൂടി പരിഗണിച്ച് പ്രസ്താവന വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക. ഇത് 2019 നടന്ന SSLC പരീക്ഷയിലെ ചോദ്യമാണ്. ഉത്തരം: ഏത് മനുഷ്യനും വാർത്ത അറിയുന്നതിനും വാർത്ത നൽകുന്നതിനും ആശ്രയിക്കുന്നത് പത്രത്തെയാണ്. പത്രത്തെ എതിർക്കണമെങ്കിൽ പോലും പത്രത്തെ തന്നെ ആശ്രയിക്കേണ്ടി വരും എന്നാണ് സുകുമാർ അഴീക്കോടിന്റെ അഭിപ്രായം. എന്നാൽ ഇന്ന് ഇതിന് മാറ്റം വന്നിരിക്കുന്നു. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ, തെറ്റായ വാർത്തകൾ പ്രചരിക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ സാമൂഹിക മാധ്യമങ്ങളെ ആശ്രയിക്കാം. സത്യവിരുദ്ധമായ വാർത്തകൾ പ്രചരിക്കുമ്പോൾ നവമാധ്യമങ്ങളിലൂടെ ശക്തമായി ഇടപെടുന്നവർ ഇന്ന് നിരവധിയുണ്ട്. വാർത്തകളെ ആധികാരികതയോടെ വിശകലനം നടത്തുന്നവരുമുണ്ട്. എന്തിനേയും ഏതിനേയും ശക്തമായി വിമർശിക്കാനും തിരുത്തൽ ശക്തിയാകാനും സമൂഹത്തിന് ശക്തി പകർന്നിരിക്കുകയാണ് നവമാധ്യമങ്ങൾ. അടുത്ത ചോദ്യം: ഈ റേഡിയോയും പാട്ടൊക്കെ എനിക്കത്ര പിടുത്തമില്ല. മനുഷ്യരെ മെനക്കെടുത്താൻ ഓരോ ഏർപ്പാടോള്. ആ നേരം വല്ല പണിയെടുത്താൽ 4 കാശുണ്ടാക്കാം. പണയം. തന്നിരിക്കുന്ന സൂചനയോടൊപ്പം കഥയിലെ മറ്റു സന്ദർഭങ്ങളും പരിഗണിച്ച് ചെമ്പുമത്തായി എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക. ഇത് 2022 നടന്ന SSLC മോഡൽ പരീക്ഷയിലെ ചോദ്യമാണ്. ഉത്തരം: ചെമ്പുമത്തായി പണയം വാങ്ങി കടം കൊടുക്കുന്ന പലിശക്കാരനാണ്. സ്വർണമാണ് അയാൾ പണമായി വാങ്ങുന്നത്. അങ്ങനെ വലിയ സമ്പന്നനായി മാറിയ ആളാണ് മത്തായി. പണത്തിലല്ലാതെ മറ്റൊന്നിലും അയാൾക്ക് താല്പര്യമില്ല. ലാഭമാണ് അയാളുടെ ലക്ഷ്യം. ചാക്കുണ്ണിയോടുള്ള അടുപ്പം കൊണ്ടാണ് അയാൾ റേഡിയോ പണയവസ്തുവായി സ്വീകരിക്കുന്നത്. ചാക്കുണ്ണിക്ക് റേഡിയോയുമായുള്ള ബന്ധം എത്ര പറഞ്ഞിട്ടും മത്തായിക്ക് മനസ്സിലാകുന്നില്ല. മനുഷ്യനെ മെനക്കെടുത്താനുള്ള ഓരോ പരിപാടികളായാണ് അയാൾ റേഡിയോയെ കാണുന്നത്. റേഡിയോ കേൾക്കുന്ന സമയത്ത് എന്തെങ്കിലും പണി ചെയ്ത് പണമുണ്ടാക്കിക്കൂടെ എന്നാണ് മത്തായിയുടെ ചോദ്യം. കലയും സംഗീതവും ഒന്നും അയാളുടെ വിഷയമല്ല. പണം മാത്രമാണ് അയാളുടെ ആരാധനാപാത്രം. മനുഷ്യത്വത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന മത്തായിയെയാണ് നാം കഥയിൽ കാണുന്നത്. പണത്തോടുള്ള ആർത്തിയാണ് അയാളെ മുന്നോട്ട് നയിക്കുന്നത്. കുട്ടിയോളെ തന്നെ ഞാൻ ലാളിച്ചിട്ടില്ല എന്ന് പറയുന്ന അയാളുടെ മനോഭാവം കഥയിൽ വ്യക്തമാകുന്നു. ഭൗതികമായ നേട്ടങ്ങൾ മാത്രം ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുന്ന ആളുകളുടെ പ്രതിനിധിയാണ് മത്തായി എന്ന പലിശക്കാരൻ. കണക്കുകളും ലാഭചിന്തകളുമാണ് അയാളെ നയിക്കുന്നത്. മനുഷ്യർ പാട്ട് കേട്ട് സമയം കളയുന്നത് എന്തിനാണെന്ന് ചെമ്പുമത്തായിക്ക് ഒരു കാലത്തും മനസ്സിലായിരുന്നില്ല എന്നാണ് കഥാകൃത്ത് കുറിക്കുന്നത്. ഈ വാക്കുകൾ മത്തായി എന്ന കഥാപാത്രത്തിന്റെ സ്വഭാവത്തിലേക്കുള്ള വാതിലാണ്.